നാമം ജപിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ തുടങ്ങുന്ന ഒരാൾക്ക് പിബത രാമരസം, ഉള്ളിൽ രാമരസം അനുഭവിക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതിലൊന്നും രസം തോന്നില്ല. ഭാഗവതത്തിൽ പറയും, ഈ രസം കിട്ടിയാൽ അന്യൽ രുചി എന്നാണ്, വേറൊന്നിനും രുചി വരില്ല. അതുകൊണ്ട് ഭാഗവതത്തിൽ പറയാം പിബത ഭാഗവതരസം എന്നാണ്. ആ പ്രയോഗങ്ങളൊക്കെ അത്ര നന്നായിട്ടുണ്ട്. ഭാഗവതരസം അന്യത്രസ്യാൽ രതി ക്വചിൽ എന്നാണ്. നിങ്ങൾക്ക് ക്രമേണ ക്രമേണ ഭഗവത് സ്മരണത്തിൽ രതി വന്നാൽ അന്യത്ര മറ്റൊന്നിലും രതി വരില്ല, ഒന്നിലും രുചിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പൊ നമ്മുടെ മനസ്സിന് ആ പക്വത വന്നിട്ടുണ്ടോ നമ്മളിങ്ങനെ നോക്കണം. എനിക്ക് രാമരസത്തിൽ രുചിക്കാൻ ഇങ്ങനെ സാധിക്കുന്നുണ്ടോ? ഹനുമാൻ സ്വാമി ആവുന്നത് രാമരസത്തിൽ രുചിക്കുന്നത് കൊണ്ടാണ്. പട്ടാഭിഷേകം കഴിഞ്ഞിട്ടുണ്ടല്ലോ, സീതാദേവി ഒരു മാല കൊടുക്കും ശ്രീരാമസ്വാമിയുടെ മുന്നിൽ വെച്ചിട്ട്. രാമായണത്തിൽ ഈ കഥയിൽ നിങ്ങൾക്കത് കാണില്ല, അത് വരുന്നത് രാമചരിതമാനസത്തിലാണ്. തന്റെ കഴുത്തിൽ കടന്ന അച്ഛൻ തന്ന പവിഴമാല സീതാദേവി തന്നെ രാമനിലേക്ക് എത്തിച്ച ഹനുമാൻ സ്വാമിക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്ന സമയത്ത് എത്രയോ വില പിടിച്ച പവിഴമാല കഴുത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഓരോ മുത്തുകളും കടിച്ച് ദേവിയുടെ മനസ്സിങ്ങനെ പെടയാൻ തുടങ്ങി. നിങ്ങൾ നല്ലൊരു സാധനം നിങ്ങളൊരാൾക്ക് കൊടുത്തിട്ട് നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് തുപ്പിക്കളഞ്ഞ ആർക്കാ ഇഷ്ടപ്പെടുക? ഹനുമാൻ സ്വാമി അത് പവിഴാണ്, അച്ഛൻ തന്നതാണ്, വില പിടിച്ചതാണ്. ദേവി ഇത് പവിഴമാണെന്നും ഇതിന് ഇത്രയൊക്കെ വിലയുണ്ടെന്നും ഇതൊക്കെ എനിക്കും അറിയാം. ഞാൻ നോക്കുന്നത് പവിഴമാണോ അല്ലേ എന്നുള്ളതല്ല. ചിലർ ഒറിജിനലാണോ എന്നൊക്കെ നോക്കും. ഞാനത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നല്ല നോക്കുന്നത്. ഞാൻ നോക്കുന്നത് ഇതിൽ രാമരസമുണ്ടോ എന്നാണ് നോക്കുന്നത് എന്ന്. ദേവിക്ക് മനസ്സിലായില്ല. പിന്നെ തന്റെ രോമം പറിച്ചു കൊടുത്തു എന്നാണ്. രോമമേയും രാമരസം എന്നാണ്. എന്റെ ഓരോ രോമത്തിലും രാമരസം നിറഞ്ഞിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഓരോ രോമങ്ങളും ഇങ്ങനെ സ്പന്ദിക്കും അത്രേ. രാം 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഹനുമാൻ സ്വാമിയാണ്, എത്രയോ ഉന്നതിയിലെത്തിയ ഹനുമാൻ സ്വാമിയാണ് സീതാദേവിയോട് പറയുന്നത്, രാമരസത്തിൽ രുചിക്കാൻ തുടങ്ങിയാൽ പവിഴത്തിലൊന്നും പിന്നെ രുചി വരില്ല എന്ന്. ഇതുപോലെ നമുക്ക് പ്രായം കൂടുന്തോറും ഭഗവത് നാമ രുചി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു രുചികളൊന്നും ഉണ്ടാവില്ല. ഈ കഥകളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാനായിരിക്കാം കബന്ധൻ എന്നുള്ളൊരു കഥാപാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രമൊക്കെ ഉണ്ടാവാൻ പ്രയാസമാണ്. വയറ്റിൻ്റെ ഉള്ളിൽ തലവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ പ്രതീകമായിട്ടെടുക്കണം. തല മുഴുവൻ, ചിന്തകൾ മുഴുവൻ കഴിക്കാനും പിന്നെ അതിന്റെ താഴെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്ന അത്തരത്തിലുള്ള സംസ്കാരങ്ങളിൽ, ഭോഗസംസ്കാരങ്ങളിൽ മാത്രം എന്ന് വച്ചാൽ കുറെ കഴിക്കുക, കുറെ കടന്നുറങ്ങുക, കുറെ ലൈംഗികമായ സുഖമനുഭവിക്കുക, വീണ്ടും കുറെ കഴിക്കുക, ഈ തരത്തിൽ ഒരു മൃഗതുല്യം ജീവിതം നയിക്കുന്നവരായിരിക്കാം കബന്ധനായി വച്ചിരിക്കുന്നത്. എന്നാൽ രാമനോടുള്ള ബന്ധം വന്നപ്പോ, രാമ സ്മരണങ്ങൾ വന്നപ്പോ, സാധനകൾ ചെയ്തപ്പോ, കൈകൾ വെട്ടിമാറ്റിയപ്പെട്ടപ്പോ, രാമനിലേക്ക് തിരിഞ്ഞ സമയത്ത് ആ കബന്ധൻ ഭോഗത്തിൽ നിന്നും യോഗത്തിലേക്ക് ഉയർന്ന കഥയാണ് ഈ കബന്ധഗതി എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ കബന്ധന്റെയും ഒരു സ്തുതി വളരെ മനോഹരമായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മമാകുന്ന ഭഗവാൻ, ബൃഹത്തായി സർവ്വതിലും വ്യാപരിച്ചിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാനിൽ നിന്നാണ് സംസ്കാരാദികൾ പൊങ്ങി വന്നിരിക്കുന്നത്. അഹങ്കാരതത്വമെന്നും പിന്നീട് പ്രകൃതിയായും മനസ്സായും ശരീരമായും പ്രപഞ്ച ശരീരമായും ഇങ്ങനെ വികസിച്ചിരിക്കുന്നത്. അപ്പോ ഒരേ ചൈതന്യം തന്നെ പല രൂപത്തിൽ എന്ന് നമ്മളിങ്ങനെ കാണുന്നു എന്നാണ് പറയുന്നത്. ഒരേ മണ്ണുകൊണ്ട് പലവിധത്തിലുള്ള പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഒരേ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ പലതും കാണുന്നത്. ഇത് നിങ്ങൾ ലോകം നോക്കി പഠിക്കേണ്ടതില്ല, സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ 10 വിരലുകൾ, കാലിലും കൈയിലുമായിട്ട്. ഈ 10 വിരലുകളും ഒരേ ചൈതന്യത്തിൽ നിന്നാണ് വികസിച്ചു വന്നത്. പക്ഷെ 10ന്റെയും രൂപം ഒരുപോലെയാണോ? ആണോ? ഒന്നൊന്നിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മൾക്ക് 32 പല്ലുണ്ട്. 32 പല്ലും ഒരുപോലെയാണോ? ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരേ ചൈതന്യത്തിൽ നിന്ന് വികസിച്ചതെല്ലാം വൈവിധ്യ രൂപത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വൈവിധ്യമുള്ള പ്രപഞ്ചത്തിന്റെ എല്ലാം പിന്നിലിരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. ഇതങ്ങോട്ട് ഉൾക്കൊണ്ടാലുണ്ടല്ലോ ഇവിടെ മതങ്ങളില്ല, പിന്നെ ഹിന്ദുമതമില്ല, ക്രിസ്തുമതമില്ല, ഇസ്ലാം മതമില്ല, പിന്നെ ഒരൊറ്റ മതമേ ഉള്ളൂ. ഏത് മതം? എല്ലാവരും ഒന്നാണെന്ന മതം, എല്ലാവരും ഒരേ ഈശ്വരനാൽ നിലനിൽക്കുന്നവരാണെന്ന മതം. ഇവിടെ രണ്ടെണ്ണം ഇല്ല. അത്ര വ്യക്തമാണെങ്കിലല്ലോ പിന്നെ ഇവിടെ പോരടിക്കില്ല ആരും ഉണ്ടോ? എല്ലാവരും ഒരേ, ആണും പെണ്ണും വ്യത്യാസമില്ല, ശാരീരികമായിട്ടുള്ള വ്യത്യാസമല്ലാതെ ആന്തരികമായി ഒരാളെയും ദ്രോഹിക്കില്ല. കാരണം മനസ്സിലാവും മറ്റൊരാളെ ദ്രോഹിക്കുന്നത് ഈശ്വരനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. എന്റെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് മറ്റൊരാളിലും ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിനുണ്ടല്ലോ രണ്ട് സ്റ്റേജുകൾ ഉണ്ടാവണം. ഒന്ന്, ഒരു പ്രായം വരെ നമ്മൾ ഭോഗതൃഷ്ണയിലാണ് ജീവിക്കുന്നതെങ്കിൽ ക്രമേണ നമ്മുടെ മനസ്സിനെ ഭോഗതൃഷ്ണയിൽ നിന്നും അതിലൊക്കെ തൃപ്തനായി ഇനി അതിനൊന്നും എന്നെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ലെന്ന വിവേകം ഉറപ്പിച്ചുകൊണ്ട് ഭോഗത്തിൽ നിന്നും യോഗത്തിലേക്ക് ഉയർത്തണം. ആത്മീയത എന്ന് പറയുന്നത് ഭോഗമല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ അധ്യാത്മയോഗം എന്നാണ് ഇതിനെ വിളിക്കുക. നാമം ജപിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ തുടങ്ങുന്ന ഒരാൾക്ക് പിബത രാമരസം, ഉള്ളിൽ രാമരസം അനുഭവിക്കാൻ തുടങ്ങുമ്പോഴല്ലോ പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതിലൊന്നും രസം തോന്നില്ല. ഇതുപോലെ നമുക്ക് പ്രായം കൂടുന്തോറും ഭഗവത് നാമരുചി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു രുചികളൊന്നും ഉണ്ടാവില്ല. ബ്രഹ്മമാകുന്ന ഭഗവാൻ, ബൃഹത്തായി സർവ്വതിലും വ്യാപരിച്ചിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാനിൽ നിന്നാണ് സംസ്കാരാദികൾ പൊങ്ങി വന്നിരിക്കുന്നത്. അഹങ്കാരതത്വമെന്നും പിന്നീട് പ്രകൃതിയായും മനസ്സായും ശരീരമായും പ്രപഞ്ച ശരീരമായും ഇങ്ങനെ വികസിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരേ ചൈതന്യം തന്നെ പല രൂപത്തിൽ എന്ന് നമ്മളിങ്ങനെ കാണുന്നു എന്നാ പറയുന്നത്. ഭഗവാൻ ദൃഷ്ടാന്തങ്ങളൊക്കെ പറയും. മത്തപരതരം നാന്യത് കിഞ്ചിദസ്തീതനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങളൊരു മാലയിലേക്ക് നോക്കൂ. പലവിധത്തിലുള്ള പൂക്കൾ കോർത്തിരിക്കുന്ന മാലയിൽ ആ പൂക്കളെയെല്ലാം നിലനിർത്തുന്നത് സൂത്രേ മണിഗണായിവ, ഒരേ ഒരു നൂല് തന്നെയല്ലേ. എവിടെയാണ് വൈവിധ്യങ്ങള്? പൂക്കളിലല്ലേ വൈവിധ്യങ്ങള്. പക്ഷേ പൂക്കളെ നിലനിർത്തുന്ന നൂലിൽ വൈവിധ്യമുണ്ടോ? ഈ തത്വത്തെ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ വൈവിധ്യങ്ങൾക്കെല്ലാം പിന്നിൽ ഏകമായിരിക്കുന്നൊരു ശക്തി, അത് തന്നെയാണ് എല്ലാവരെയും നിലനിർത്തുന്നതെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയണ്ട. അവരെയും ആര് കെയർ ചെയ്യുന്നുണ്ട്? ഭഗവാൻ കെയർ ചെയ്യുന്നുണ്ട്. ആരെക്കുറിച്ച് ചിന്തിച്ചാൽ മതി? ഭഗവാനെക്കുറിച്ച് ചിന്തിക്കൂ. നമ്മൾ ഭർത്താവിനെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. വെറുതെ സമയം കളയരുത്. നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ ഭഗവാൻ വിട്ടുകൊടുക്കുന്നില്ല. അത് അവരെയും ഭഗവാൻ കെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഭഗവാനെ കെയർ ചെയ്യും തോറും ഭഗവാൻ അവരെ കെയർ ചെയ്യുന്നുണ്ട് പ്രിയാണ്. ഒരിക്കലും ഒരാള് ഉത്സവത്തിന് പോയി. അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഒരു പുഴയുടെ തീരത്താ. ഇദ്ദേഹത്തിന്റെ മകൻ തൊഴുതു കഴിഞ്ഞപ്പോ അവന്റെ ഫ്രണ്ടിനെ കിട്ടിയപ്പം അവന്റെ കൂടെ കളിക്കാൻ പോയി. അപ്പൊ അച്ഛൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അച്ഛനാണെങ്കിലോ ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ ജപിക്കുകയാണ്. അമ്പലത്തിന്റെ ഒരു ഭാഗത്ത് അവരുടെ കുടുംബക്ഷേത്രം കൂടിയാണ്. പിന്നെ നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല. അപ്പൊ ആരോ ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ മകൻ പുഴയുടെ തീരത്ത് വന്ന് കണ്ടെന്ന്. അച്ഛൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഇവര് രണ്ടുപേരും കാല് കഴുകാനറ്റ വെള്ളത്തിലേക്ക് ഇറങ്ങി. രണ്ടുപേരും വെള്ളത്തിലേക്ക് അങ്ങോട്ട് വീണു. നല്ല ഒഴുക്കുള്ള പുഴയും അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ഇതേ ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ചാടണു. തന്റെ മകനും മകന്റെ സുഹൃത്തും ഉണ്ട്. ആരെ രക്ഷിക്കണം? യാതൊരു സംശയവും വന്നില്ല. തന്റെ മകനെയല്ല രക്ഷിക്കാൻ പോയത്. തന്റെ മകന്റെ സുഹൃത്തായ കുട്ടിയെ പിടിച്ച്, കുട്ടിയെപ്പോഴേക്കും വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്, പുറത്തു കൊണ്ടുവന്നു. അപ്പൊ ആ കുട്ടിയുടെ രക്ഷിതാക്കളുണ്ട് അവിടെ വന്നു നിൽക്കണം. എല്ലാവരും ശപിച്ചുകൊണ്ട് പറയണം, സ്വന്തം മകനെ വിട്ടിട്ട് അന്യന്റെ പുത്രനെ പിടിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോ അദ്ദേഹം ആ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് ആ കുട്ടിയെ ഏൽപ്പിച്ചുകൊണ്ട്
പറയാണ്, എന്റെ മകൻ മരിച്ചാൽ ദുഃഖം എനിക്കേ ഉള്ളൂ, നിങ്ങളുടെ പുത്രൻ മരിച്ചാൽ നിങ്ങൾക്കാണ് ദുഃഖം. ഒരാളുടെ ദുഃഖമെങ്കിലും എനിക്കില്ലാതെയാക്കാൻ സാധിച്ചുവല്ലോ. നിങ്ങളുടെ ആത്മാവിനുണ്ടാകുന്ന ദുഃഖമാണ് ഈശ്വരനെ ഞാൻ വേദനിപ്പിക്കുന്നതിന് തുല്യമായിട്ട് ഞാൻ കണക്കാക്കുന്നതെങ്കിൽ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ഈശ്വരനെ സന്തോഷിപ്പിക്കുന്നതിന് തുല്യമായി ഞാൻ കണക്കാക്കുന്നു എന്നാണ്. അയാൾ സ്വന്തം കുട്ടിയെ രക്ഷിച്ചില്ല, സ്വന്തം മകൻ നഷ്ടപ്പെട്ടതിലുള്ളൊരു ദുഃഖം അയാൾക്കുണ്ട്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുത്ത്, ഭഗവാൻ അങ്ങനെയാണ് നിശ്ചയിച്ചത്, അങ്ങനെ നടക്കട്ടെ. അയാൾ ആ ക്ഷേത്രത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഒരാളൊരു കുട്ടിയെ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ നോക്കുമ്പോ അയാളൊരു മുക്കുവനാ. അയാൾ മത്സ്യം പിടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ കുട്ടി ഒഴുകി വരുന്നത്. ആ കുട്ടി മരിച്ചിട്ടില്ലേ ഭാഗ്യത്തിന്. കുറെ വെള്ളമൊക്കെ കുടിച്ച് ആ വെള്ളമൊക്കെ വയറ്റിൽ നിന്ന് കളഞ്ഞ് ആ കുട്ടിയെ കൊണ്ടെത്തിക്കുമ്പോൾ അദ്ദേഹം ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അന്യന്റെ കുട്ടിയെ ഞാൻ രക്ഷിച്ചപ്പോ എന്റെ കുട്ടിയെ അങ്ങ് രക്ഷിക്കാൻ പറഞ്ഞയച്ചു ആളെ. ഈ ഒരു വികാരം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിലുണ്ടല്ലോ, ഈശ്വരൻ എന്ന് പറയുന്നത് വിഗ്രഹമായി തീരരുത്. ഒരു പള്ളിയിൽ ഒതുങ്ങി നിൽക്കരുത്, ഒരു ചർച്ചിൽ ഒതുങ്ങി നിൽക്കരുത്. നാം ആരോടൊക്കെ ഇടപഴകുന്നുണ്ടോ അവരിലൊക്കെ ആരുണ്ട്? ഈശ്വരനുണ്ട്. അവരെ സഹായിച്ചാൽ ഈശ്വരനെ സഹായിക്കുന്നതിന് തുല്യമാണ്. ഈ ബോധമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആരെക്കുറിച്ചും വറി ചെയ്യാൻ മനസ്സിനെ അനുവദിക്കരുത്. വറി ചെയ്യല്ല വേണ്ടത്, ഈശ്വരനെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാവരെയും ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ഈശ്വരൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ വറി ചെയ്യുന്തോറും ഈശ്വരൻ നമ്മളെ കെയർ ചെയ്യില്ല എന്ന് പറയാണ്. ആ കഥ പറഞ്ഞില്ലേ, ആ കഥയിൽ നിന്ന് നമ്മളിത് ഉൾക്കൊള്ളണം എന്ന് പറയാണ്. ഇപ്രകാരം ഈ കബന്ധൻ ഭഗവാനെ സ്തുതിച്ച് ഭഗവാന്റെ പാദത്തിലേക്ക് അയാളും ലയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഭഗവാൻ ശബരി ആശ്രമത്തിലേക്ക് പോകുന്ന അതിഗംഭീരമായൊരു ഭാഗമാണ് ശബരി ഉപാഖ്യാനം. ആരാണ് ഭക്തൻ, എങ്ങനെയാണ് ഭക്തി ഉണ്ടാവേണ്ടത് എന്ന് വളരെ 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 വ്യക്തമായി ശ്രീരാമസ്വാമി നമുക്ക് പറഞ്ഞു തരുന്നു. ശബരി ഉപാഖ്യാനം. മാതംഗ ഋഷി തന്റെ തപസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ കുറെ ആളുകൾ, കുട്ടികള്, ബ്രഹ്മചാരികൾ, ഋഷിപുത്രന്മാര്, ബ്രാഹ്മണപുത്രന്മാര് വേദാധ്യയനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു എന്നാണ്. അങ്ങനെ അവര് വേദാധ്യയനം ചെയ്തുകൊണ്ട് പമ്പയിൽ കുളിക്കാൻ പോവും. ആ കുളിക്കാൻ പോകുന്ന വഴി ദിവസവും മഹർഷി നോക്കുമ്പോണ്ടാവും ഒരാൾ വൃത്തിയാക്കി വയ്ക്കണം. ആശ്രമത്തിലേക്ക് വേണ്ട വിറകുകൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും, അവിടേക്ക് വേണ്ടുന്ന ഫലമൂലാദികൾ കൊണ്ടുവച്ചിട്ടുണ്ടാവും. മഹർഷിക്ക് വളരെ ജിജ്ഞാസയെ, ആരാ ഇത് ചെയ്യുന്നത്? അപ്പൊ മഹർഷിയുടെ പ്രഭാവം കണ്ട് കാട്ടുജാതിക്കാരിയായ ഒരു പെൺകുട്ടി മഹർഷി പോകുന്ന വഴി വൃത്തിയാക്കുകയും മഹർഷിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മഹർഷി അറിയാതെ ഒരുക്കി വയ്ക്കുകയും ചെയ്തുകൊണ്ട് ശാന്തയായി മഹർഷിയെ സേവിക്കാൻ തുടങ്ങി. മഹർഷിയുടെ ഉള്ളിൽ വലിയൊരാഗ്രഹം, ആരാണ് തനിക്ക് വേണ്ടി ഇങ്ങനെയൊരു സേവനം ചെയ്യുന്നത് എന്ന്. ഒരു ദിവസം മഹർഷി കണ്ടുപിടിച്ചു. പാവം മെലിഞ്ഞു ഒരു പെൺകുട്ടി. അവളെ മഹർഷി അടുത്തേക്ക് വിളിച്ചു. പേടിച്ചു വിറക്കിയിരുന്നു അവള്. കാരണം പെണ്ണാണ്. അന്ന് സ്ത്രീകൾക്കൊന്നും മഹർഷിമാരുടെ അടുത്തേക്ക് പോവാനുള്ള ഒരു ഭയം ഉണ്ടായിരിക്കാം. രണ്ടാമത് ജാതി വ്യവസ്ഥ ഉള്ളൊരു കാലമായിരിക്കാം. ഇവളാണെങ്കിൽ ജനിച്ചിരിക്കുന്നത് കാട്ടുജാതിയിലാണ്. പേടിച്ചു വിറച്ചുകൊണ്ട് അവൾ മാറി നിന്നപ്പോ മഹർഷി അടുത്തേക്ക് വിളിച്ചു. മഹർഷി തന്റെ അടുത്തേക്ക് പിടിച്ചു നിർത്തിയപ്പോ, മഹർഷി തന്റെ ശിരസിൽ തൊട്ട് തന്നെ അനുഗ്രഹിച്ചപ്പോ അവളുടെ ജന്മസാഫല്യം വന്നു പറയുകയാണ്. എത്രയോ തപോനിധിയായിരിക്കുന്ന ഒരു മഹർഷിയാണ് ഇപ്പോ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ പാദങ്ങളിലേക്ക് വീണു, കുറെ പൊട്ടിക്കരഞ്ഞു. തന്റെ പ്രേമം മുഴുവൻ എത്രയോ കാലമായി കൊതിക്കുന്ന, തനിക്ക് ഇതിനൊക്കെ യോഗ്യതയുണ്ടോ അർഹതയുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഇന്നെനിക്ക് മഹർഷി ഇതിനെല്ലാം യോഗ്യതയും അർഹതയും തന്നിരിക്കണം. ആ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചപ്പോ മഹർഷി ചോദിച്ചു അത്രേ, എന്താണ് ഭഗവതിയുടെ ആഗ്രഹം എന്ന്. പറഞ്ഞു, ശേഷമുള്ള ആയുസ് അങ്ങയെ സേവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ മോഹം. ശരി, ആശ്രമത്തിലേക്ക് വന്നുകൊള്ളൂ എന്ന്.
പരിപാവനമായ പവിത്രമായി എന്ന് കരുതുന്ന സ്ഥലമാണ് ആശ്രമം. തങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അവിടേക്ക് പ്രവേശനമുണ്ടോ എന്ന് പോലും അറിയില്ല. ഇന്നിതാ മഹർഷി പറയുന്നു, ആശ്രമത്തിലേക്ക് വരൂ. വയോവൃദ്ധനായ മഹർഷി ആ ദേവിയെ ആശ്രമത്തിൽ കയറ്റി താമസിപ്പിച്ചു. താൻ മനസ്സിലാക്കിയിരിക്കുന്ന ആധ്യാത്മിക തത്വങ്ങളെ മുഴുവൻ ബ്രഹ്മചാരി കുട്ടികളുടെ കൂടെ ഇരുന്നു കൊണ്ട് കേൾക്കാൻ ശബരിയെ അനുവദിച്ചു. പക്ഷേ ബ്രഹ്മചാരി കുട്ടികളൊക്കെ അവിടെ വിട്ടുപോയി. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. മഹർഷി സമൂഹത്തിന്റെ മുന്നിൽ തോറ്റുകൊടുത്തില്ല. ശ്രദ്ധയും പ്രേമത്തിനും മുന്നിൽ താൻ മനസ്സിലാക്കിയ കാര്യങ്ങളെയൊക്കെ ആ പെൺകുട്ടിക്ക് പകർന്നുകൊടുത്ത് മഹർഷി വയോവൃദ്ധനായി. മരണ സമയമെടുത്ത സമയത്ത് മൂർധാവിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ശരീരം ഉപേക്ഷിക്കാൻ സമയമായി. ദേവി ഈ ആശ്രമത്തിലിരുന്നോളൂ, ദേവിയിൽ ആശ്രമാക്കി വെച്ചോളൂ. ഇവിടെ ഇരുന്ന് നിരന്തരം ജപിക്കണം, ഭജിക്കണം, ഒരു നിമിഷം പോലും കളയരുത്. ദേവി ശരീരവും ഉപേക്ഷിക്കരുത്. ഒറ്റയ്ക്കാണ് എന്ന് വിചാരിച്ച് ശരീരം ഉപേക്ഷിക്കരുത്. ഇവിടെ ശ്രീരാമദേവൻ തന്റെ പത്നിയായിരിക്കുന്ന സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടി ലക്ഷ്മണ സമേതനായി വരും. അവരെ സേവിച്ച് അവരെ കണ്ട് അവരിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് മാത്രമേ ശരീരം ഉപേക്ഷിക്കാവൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് മാതംഗ ഋഷി ശരീരം ഉപേക്ഷിച്ചു. അന്നു മുതൽ രാമനാമം ജപിച്ചുകൊണ്ട് ശ്രീരാമസ്വാമിയെ കാത്തുകൊണ്ട് ശബരിമലയിൽ ആര് തപസ് ചെയ്തു? ശബരീദേവി തപസ് ചെയ്തു. ഇന്നിതാ സമയം അടുത്തിരിക്കുന്നു. ആ ഋഷിവാക്യം സത്യമായിരിക്കുന്നു. മാതംഗ ഋഷി പറഞ്ഞ കാര്യം അടുത്തു വന്നിരിക്കുന്നു. മുഹൂർത്തം. കബന്ധനിൽ നിന്നും ശബരീദേവിയുടെ അടുത്തേക്കാണ് പോകേണ്ടതെന്ന് കേട്ട രാമൻ ലക്ഷ്മണ സമേതനായി സീതാന്വേഷണത്തിന് വേണ്ടി ശബരിമലയിലേക്ക് പ്രവേശിച്ചു എന്നാണ്. നമ്മളൊക്കെ ശബരിമലയിലേക്ക് പോകേണ്ടത് ഒന്ന് തപസ് ചെയ്യാനും സീതാന്വേഷണത്തിനും വേണ്ടിയിട്ടാണ് പോകേണ്ടത്. സീതാന്വേഷണം എന്ന് പറഞ്ഞാൽ കാമതൃഷ്ണകളിൽ പെട്ടിരിക്കുന്ന മനസ്സിനെ തപസ്സിലൂടെ രാമനിലേക്ക് തിരിച്ചുകൊണ്ട് ഇനി ആ മനസ്സിനെ രാമനിലേക്ക് ചേർക്കണം. അതാണ് തത്വമസി എന്ന് പറയുന്ന അയ്യപ്പസ്വാമി പറയുന്ന ചിന്മുദ്ര. മനസ്സിനെ രാമതത്വത്തിലേക്ക് ചേർക്കൂ. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്. അതിനെന്ത് വേണം? 18 പടി കയറണം. 18 പടി എന്ന് പറഞ്ഞാൽ പഞ്ചലോഹം പൂശിയ പടിയല്ല അത്. അവിടെ നിങ്ങൾക്ക് പോയ പഞ്ചലോഹം പൂശിയ പടിയാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചില പടികൾ കയറേണ്ടതുണ്ട്. ഏതൊക്കെയാണത്രേ പടികൾ? ഭോഗതൃഷ്ണയുടെ പടികളായ ജ്ഞാനേന്ദ്രിയ തൃഷ്ണയിൽ നിന്നും കർമ്മേന്ദ്രിയ തൃഷ്ണയിൽ നിന്നും അതുപോലെ തന്നെ പ്രാണന്റെ തൃഷ്ണയിൽ നിന്നും മനസ്സിന്റെയും അതുപോലെ തന്നെ ബുദ്ധിയുടെയും തൃഷ്ണയിൽ നിന്നും അഹങ്കാരമാകുന്ന ഞാനെന്ന ജീവഭാവത്തെ അയ്യപ്പനാകുന്ന പരമാത്മാവാകുന്ന ഭാവത്തിലേക്ക് ചേർക്കണം. മനസ്സിലായില്ലേ സ്വാമി പറഞ്ഞതൊന്നും? 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, 5 പ്രാണൻ, പിന്നീട് മനസ്സ്, ബുദ്ധി, ചിത്തം. എത്രയും 15, 16, 17. 18ാമത്തെ പടി കയറിയാൽ പിന്നെ ആരെ കാണാം? അയ്യപ്പനെ കാണാം. അതായത് ധ്യാനനിരതരായിട്ടിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്നും കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സ് പിൻവലിച്ച് വിശപ്പ്, ദാഹം തുടങ്ങിയിട്ടുള്ള ചിന്തകളിൽ നിന്നെല്ലാം മനസ്സ് മുക്തമായി ഏകീഭവിപ്പിച്ചുകൊണ്ട്, ചിത്തത്തെ ഏകീഭവിപ്പിച്ചുകൊണ്ട് പരമാത്മാവായിരിക്കുന്ന രാമവിചാരത്തിലേക്ക് മനസ്സ് ലയിച്ചിരിക്കുന്ന സന്ദർഭത്തെയാണ് 18 പടി കയറി അയ്യപ്പനെ ദർശിക്കുന്ന അനുഭൂതിയായിട്ട് നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങളുണ്ടല്ലോ, മനസ്സാകുന്ന ഈ നാളികേരത്തെ, നെയ്ത്തേങ്ങയെ ഉടച്ചുകൊണ്ട് ആ നെയ്യാകുന്ന മനസ്സിനെ നിങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിലേക്ക് ചേർക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സാകുന്ന നെയ്യ് പരമാത്മാവാകുന്ന ഭഗവാനിലേക്ക് ചേരുന്നതാണ് നെയ്യഭിഷേകം.
ദിവസവും നിങ്ങൾക്ക് എവിടെ നെയ്യഭിഷേകം ചെയ്യാം? നിങ്ങളുടെ ഉള്ളിലിരുന്ന് നെയ്യഭിഷേകം ചെയ്യാം. അതിൽ കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, അതവിടെ പോയി കിട്ടുന്ന നെയ്യഭിഷേകത്തിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ വാസനകളായിരിക്കാം. ഏതായാലും ഞാനവിടെ 7 ദിവസം ഞങ്ങൾ സപ്താഹത്തിന് പോയപ്പം ദിവസവും തൊഴാറുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് കിട്ടുന്ന സംതൃപ്തിയിലൊന്നും എനിക്ക് അവിടെ തൊഴുതിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പോഴേക്കും നമ്മൾ തൊഴുമ്പോഴേക്കും വേറൊരാൾ വന്ന് ഇടിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും അവിടുത്തെ കാവൽക്കാരൻ മുന്നോട്ട് 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 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എല്ലാ ബഹളങ്ങളുടെ ഇടയിലും എത്ര നേരം നമ്മുടെ മനസ്സിനെ അവിടെ ഏകീഭവിപ്പിക്കാൻ സാധിക്കും? എന്നാൽ ഒരു ഭാഗത്തിരുന്ന് നമ്മൾ 18 പടി കയറിക്കൊണ്ട് നമ്മുടെ മനസ്സാകുന്ന അഹന്തയാകുന്ന നാളികേരത്തെ ഉടച്ച് മനസ്സാകുന്ന നെയ്യെ അയ്യപ്പനിലേക്ക് ലയിപ്പിക്കുമ്പോൾ അവിടെ ആരും നമ്മളോട് മുന്നോട്ട് പോവാനും ആരും നമ്മളെ വന്ന് ഇടിക്കാനുമില്ലാത്തതുകൊണ്ട് കുറേ നേരം മനസ്സിനെ ആരുടെ കൂടെ നിർത്താം? ഭഗവാന്റെ കൂടെ നിർത്താം. ഈ യാത്ര ദിവസവും ചെയ്താൽ ക്രമേണ ക്രമേണ നമുക്ക് ശബരിയുടെ മഹത്വം മനസ്സിലാവും. ഇപ്പൊ തപോഭൂമിയാണ് ശബരിമല. ഇപ്പൊ നമുക്കതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തപസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം 41 ദിവസം വ്രതമെടുത്ത് കറുപ്പൊടുക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞത്. ആളുകൾ അതിലൊക്കെ മസാലയർത്തും. ശബരിമലയുടെ പോകുന്നതിന്റെ തലേ ദിവസം വ്രതം തുടങ്ങും. എന്നിട്ട് അന്ന് കറുപ്പൊടുക്കും. കെട്ടും കെട്ടി സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. ആർക്ക് കിട്ടും? ആർക്കോ കിട്ടും. അവനവന് കിട്ടുന്നൊരു ഉറപ്പില്ല. മനസ്സിലായില്ലേ? ഈ രീതിയിലൊരു യാന്ത്രികമായൊരു യാത്രയായി ആ ഒരു യാത്രയെ അധപ്പതിപ്പിച്ചു. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മളുണ്ടല്ലോ, ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് തോന്നും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് നന്ദഗോപരോട്. കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇന്ദ്രയാഗം പെട്ടെന്നൊന്നും അച്ഛൻ അങ്ങേക്ക് മാറ്റാൻ പറ്റില്ല. അച്ഛൻ ഒരു കാര്യം തിരിച്ചറിയണം. സ്വഭാവതന്ത്രോഹിജന സ്വഭാവം അനുവർത്തതേ സ്വഭാവസ്ഥമിതം സർവം സദേവാസുരമാനുഷ. കേൾക്കണേ, ശ്രദ്ധിച്ച്. ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ സ്വഭാവതന്ത്രോഹിജന, സ്വഭാവം ഉണ്ടാക്കാൻ നമ്മൾ വളരെ തൽപരരാണ്. ഒരാൾ ചെയ്യുന്നതിനെ നമുക്കും വേഗം അനുകരിക്കാൻ വേഗം സാധിക്കും. അത് നമുക്ക് തോന്നും അത് ശരിയെന്ന്. പിന്നെ എന്താ കുഴപ്പം? സ്വഭാവം അനുവർത്തതേ. ഒരു സ്വഭാവം ഉണ്ടാക്കി വെച്ചാൽ അതൊരു അടിമയെപ്പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഇതാണ് നമ്മുടെ ആധ്യാത്മിക ലോകത്തിൽ കാണുന്നത്. ആളുകൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്നു ലോകം മുഴുവൻ ഇങ്ങനെയാണ് അച്ഛാ. ഇതല്ല വേണ്ടത്. നാം വിവേകത്തോടുകൂടി കാര്യം മനസ്സിലാക്കി നാം പൂജിക്കാൻ പഠിക്കണം ഈശ്വരനെ. അതുകൊണ്ട് അച്ഛൻ പൂജിക്കേണ്ടത് ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടത്. ആരെ പൂജിക്കണം? ഗോവർദ്ധനത്തെ പൂജിക്കാനല്ല ഭഗവാൻ പറഞ്ഞത്. നിങ്ങൾ ഭാഗവതം ശ്രദ്ധിച്ച് വായിക്കൂ. ഭഗവാൻ പറയുന്നത് സ്വകർമ്മത്തെ പൂജിക്കൂ. അച്ഛൻ ചെയ്യുന്ന കാര്യം തന്നെ പൂജയാക്കി എടുക്കൂ എന്നാണ്. പിന്നീടാണ് ഗോവർദ്ധനത്തിലേക്കൊക്കെ വരുന്നത് ഭഗവാൻ. സംപൂജയേ സ്വകർമ്മയേവ. അവനവന്റെ കർമ്മത്തെ തന്നെ പൂജിക്കൂ. ഭഗവാന്റെ വാക്കുകളൊന്നും പിഴക്കില്ല. ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, സ്വകർമ്മണ, നീ കർമ്മത്തെ തന്നെ പൂജയാക്കിയെടുക്കൂ. സംസിദ്ധിം ലഭതേ, നിനക്ക് സംസിദ്ധി ലഭിക്കും. കർമ്മത്തെ തന്നെ പൂജയാക്കിയെടുക്കൂ എന്ന് പറഞ്ഞ ആചാര്യനാണ് ഗുരുവായൂരപ്പൻ. ഇനി നമുക്ക് രാമായണത്തിൽ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ കാണാം. ശ്രീരാമസ്വാമി എന്താ പറയുന്നത് എന്ന്. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു ഭാഗത്തിരുന്ന് ഭഗവത് ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ഭഗവാനെ പൂജിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു പൂജ വേറെയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്കും ഭഗവാനും ഇടയ്ക്ക് തേർഡ് പാർട്ടി ഉണ്ടാവരുത് എന്ന് പറയുകയാണ്. കാരണം നമ്മുടെ മനസ്സിനെ നമ്മൾ വിചാരിച്ചാൽ തന്നെ ഭഗവാനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. തേർഡ് പാർട്ടിക്ക് എത്തിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ഒരു റെപ്രസെന്റേറ്റീവിന് എന്നെ ഭഗവാനിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല. ഇപ്പൊ എന്റെയും ഭഗവാന്റെയും ഇടയ്ക്ക് there is no മിഡിൽ മാൻ. ഇത് നല്ലവണ്ണം ഉറപ്പിക്കണം. എളുപ്പമല്ലത്. കാരണം നമ്മൾ സ്വഭാവം അനുവർത്തതേ, ഇത്രയും കാലം കൊണ്ടു നടന്ന സ്വഭാവം വീണ്ടും 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 നമ്മളെ പിടികൂടും.